دمدمري وشكشكن دبدبني دبدبي 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 دبدبني وشكشكن دبدبني وتشكي شادبني. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്നാലും ഹനാനിക്ക പൊളിച്ചക്കൻ നിങ്ങൾക്ക് ഈ പാട്ട് പൊളിയിലൊന്നല്ലോ. ഈ ഒരു കവിതയുടെ പുറകിൽ വലിയൊരു ചരിത്രമുണ്ട്. അന്ന് അബ്ബാസിയ ഭരണകാലത്തിൽ നാട് ഭരിച്ചിരുന്ന അബൂ ജാഫർ മൻസൂർ എന്ന പേരിൽ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ നാട്ടിലുള്ള കവികളെ എല്ലാവരെയും വിളിച്ചിട്ട് ഒരു പ്രഖ്യാപനം നടത്തി. ഇതുവരെ ആരും കേൾക്കാത്ത കവിത ആര് പാടുന്നുവോ അവർക്ക് ആ കവിതയുടെ തൂക്കത്തിനനുസരിച്ചുള്ള സ്വർണം നൽകുന്നു. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. ഈ രാജാവിന് ഒരു കവിത ഒരു പ്രാവശ്യം കേട്ടാൽ മതി മനപ്പാടാവും. അദ്ദേഹത്തിന്റെ കൂടെ ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിക്ക് 2 പ്രാവശ്യം കേട്ടാൽ മതി മനപ്പാടാവും. അദ്ദേഹത്തിന്റെ കൂടെ ഒരു അടിമസ്ത്രീ ഉണ്ട്. ആ കുട്ടിക്ക് 3 പ്രാവശ്യം കേട്ടാൽ ആ അടിമസ്ത്രീക്ക് മനപ്പാടാവും. അങ്ങനെ ആര് വന്ന് കവിത ആലപിച്ചാലും അദ്ദേഹം എന്ത് ചെയ്യും, ആദ്യം തിരിച്ചങ്ങോട്ട് പാടിക്കൊടുക്കും. അപ്പോൾ ഈ കുട്ടി 2 പ്രാവശ്യം കേട്ടില്ലേ, ഈ കുട്ടിയപ്പോൾ അത് മനപ്പാടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ആ കുട്ടി അത് പാടിക്കൊടുക്കും. അപ്പോൾ 3 പ്രാവശ്യമായില്ലേ. അപ്പോൾ 3 പ്രാവശ്യം കേട്ടാൽ അടിമസ്ത്രീയും മനപ്പാടാക്കൂലേ, അടിമസ്ത്രീ അത് പാടിക്കൊടുക്കും. അങ്ങനെ ആര് കവിത ആലപിച്ചാലും അവർക്കുള്ള മറുപടി ഇതായിരുന്നു: നിങ്ങൾ പാടിയ കവിത എൻ്റെ വീട്ടിലെ അല്ലെങ്കിൽ എൻ്റെ കൊട്ടാരത്തിലെ അടിമസ്ത്രീ വരെ പാടും. അങ്ങനെ ഇരിക്കെയാണ് അസ്മാഇ എന്ന പേരുള്ള ഒരു കവി വന്നിട്ട് ഈ കവിത പാടിക്കൊടുക്കുന്നത്. ഇത് നമ്മുടെ രാജാവിന് തിരിച്ചു പാടാനും കഴിഞ്ഞില്ല. രാജാവ് പാടാത്തതുകൊണ്ട് കുട്ടിക്കും പാടാൻ കഴിഞ്ഞില്ല, കുട്ടി പാടാത്തതുകൊണ്ട് അടിമസ്ത്രീക്കും പാടാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ ഒരു മത്സരത്തിൽ നമ്മുടെ അസ്മാഇ ജയിക്കുകയാണ്. അങ്ങനെ ഒരു വലിയൊരു ചരിത്രം നമ്മുടെ ഈ ഒരു കവിതയ്ക്ക് പിന്നിലുണ്ട്. എന്നാലും പൊളിച്ചക്കെണീറ്റ് പാട്ട് പാടിയ ഹനാനിക്ക നിങ്ങൾ പൊളിയാണ്.